പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ത്രേസ്യ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാസം സ്വർഗീയ അഭിഷേക ധ്യാനം ഫെബ്രുവരിയിൽ കൂടിയുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് വീട്ടിലെ ആ കഴിഞ്ഞ മാസത്തിലുണ്ടായ ദൈവസ്നേഹ അനുഭവമാണ് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഡെയിലി എന്നും കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. ഇവിടെ പ്രശാന്തച്ചൻ ആ കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിൽ പറഞ്ഞിരുന്നു, എന്നും കുർബാനയ്ക്ക് പോകാൻ തീരുമാനിച്ചവരെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം എനിക്ക് മുട്ടുവേദനയുണ്ട്. പള്ളിയിലേക്ക് ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പം നടന്നു പോകാൻ എനിക്ക് പറ്റില്ല എന്നാണ് എൻ്റെ വിചാരം. എന്നാലും എന്നെ ഈശോ എന്നും വിളിച്ചുണർത്തി. 2 മണി 3 മണി നേരത്തൊക്കെ വിളിച്ചുണർത്തി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ട്, എന്നും കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കത് സാധിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞ് ഞാൻ പുലർച്ചെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ 10 രൂപ കൊടുത്താൽ കാലിയോട്ടോ കിട്ടും. അതെപ്പോഴും കിട്ടില്ല. പക്ഷേ ഞാൻ ധൈര്യമായിട്ട് തന്നെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കുറേ ദിവസം എനിക്ക് കാലിയോട്ടോ കിട്ടി. 10 രൂപ കൊടുത്ത് പള്ളിയിലെത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒറ്റ ഓട്ടോയും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിച്ച് മറ്റം പള്ളി എത്തിയത് ഞാൻ അറിയില്ല. 4 ദിവസം ഞാൻ നടന്ന് പള്ളിയിലേക്ക് പോയി. പള്ളിയിലെത്തിയപ്പം എൻ്റെ കൂട്ടുകാർ, എൻ്റെ മോറിയ പ്രയർ ഗ്രൂപ്പിലുള്ളവർ, അതുപോലെ ആ ഇടവകയിലുള്ളവർക്ക് ഒക്കെ കുറച്ച് എന്നെ അറിയാം. അവർ പറഞ്ഞു, ത്രേസ്യ എങ്ങനെ വന്നേ, എന്താ കുറേ ദിവസമായല്ലോ പള്ളിയിൽ കാണുന്നു, എന്താ മുഖത്തൊക്കെ ഒരു പ്രകാശം ഉണ്ടല്ലോ, എന്താ സംഭവിച്ചത്? ഞാൻ അങ്ങനെ IMS ധ്യാനം കൂടാൻ പോയിരുന്നു. ആരെ കൊണ്ടുപോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിനടുത്തുള്ള സഹോദരി റോസിയും സഹോദരി റീനയുമാണ് എന്നെ കൊണ്ടുപോയത്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും സാധിക്കില്ല. കാരണം എൻ്റെ ബാഗ് ട്രെയിനിൽ കയറാനും ബസ്സിൽ കയറാനും ഒന്നും എനിക്ക് വെയിറ്റ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ആ 2 സഹോദരിമാർ ദൈവദൂതന്മാരെ പോലെ എന്നെ കൊണ്ടുപോയതാണ് IMS ധ്യാന കേന്ദ്രത്തിലേക്ക്. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ അതിശയമായി, എൻ്റെ ഇടവകയിലുള്ളവർക്കൊക്കെ ഭയങ്കര അതിശയമായി. പിന്നെ ആ ആഴ്ചയിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ആരാധന 3 മണി മുതൽ മറ്റം ഇടവപ്പള്ളിയിൽ ആരാധന 3 മണി മുതൽ 6 മണി വരെ പ്രാർത്ഥന ഗ്രൂപ്പ്, മോറിയ പ്രാർത്ഥന ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് 9 മണി വരെ ജീസസ് യൂത്താണ് നയിക്കുന്നത്. അപ്പം ഞാനിവിടെ ധ്യാനം കൂടുമ്പോഴാണ് ആരാധന അവിടെ ഓപ്പൺ ചെയ്തത്. പുതിയ അച്ഛൻ വന്നിട്ടുണ്ട്, ഫ്രാൻസിസ് ആളൂരച്ഛനാണ് വികാരി അച്ഛൻ. ആ അച്ഛൻ വന്ന പിന്നെയാണ് ഈ ആരാധന അവിടെ തുടങ്ങി വെച്ചത്. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ആരാധനയിൽ പങ്കുകൊള്ളാൻ പോയി. അപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു, ത്രേസ്യ IMS പോയി അഭിഷേകം കിട്ടി വന്നതല്ലേ, പ്രാർത്ഥനയിൽ ഇരിക്കണം, അതുപോലെ തന്നെ പാട്ടൊക്കെ പാടണം എന്ന് പറഞ്ഞ് മൈക്കൊക്കെ തന്നു. 5-6 മൈക്ക് പിടിച്ച് വേറെയും ഗ്രൂപ്പിലുള്ളവരുണ്ട്. പക്ഷെ ഒരു മൈക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ത്രേസ്യ ഇവിടെ ഇരുന്ന് 3 മണിക്കൂർ ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ആ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ കഴിഞ്ഞ മാസം മുഴുവനും ആരാധനയിൽ പങ്കുകൊള്ളാനും ദിവ്യബലിയിൽ പങ്കുകൊള്ളാനും എൻ്റെ മക്കൾ പോലെ അതിശയിച്ചു. അമ്മ എങ്ങനെയാണ് പള്ളിയിൽ പോണേ രാവിലെ എഴുന്നേറ്റ്? എല്ലാവർക്കും അതിശയമായി. അത് ഇവിടെ ഈ ടീമിൽ, ഈ റോസ മിസ്റ്റിക്ക മിനിസ്ട്രിയിലുള്ള ശുശ്രൂഷിക്കുന്ന എല്ലാ മക്കളും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രാർത്ഥനയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ടീമിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എന്നെന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഈ മാസം വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വീണ്ടും സഹോദരി റോസയും റീനയും എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ സ്നേഹപൂർവ്വം തന്നെ എന്നെ കൊണ്ടുവന്നു. ഇവിടെ വന്നതിന് ശേഷം ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രകാശം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ജിൻസ് ബ്രദർ പറഞ്ഞു. ആ സമയത്ത് ഞാൻ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. എൻ്റെ ശരീരത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രകാശം വരുന്നത് ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് വീണു. അതുകൂടാതെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയി
കഴിഞ്ഞ മാസത്തെ ധ്യാനം കഴിഞ്ഞ് പോയ പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോയ സമയത്ത് എങ്ങനെയോ എനിക്കറിയില്ല, ബക്കറ്റും ആയിട്ട് ഞാൻ വീണു. അവിടെ കരിങ്കല്ലും വെട്ടുകല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും തട്ടാതെ ഇവിടെ അഭിഷേകത്തിൽ വീണ പോലെ ഞാൻ തെറിച്ച് വീണു. എൻ്റെ മകനും മരുമകളും അത് കണ്ട് അവർ ഓടി വന്ന് എന്നെ പിടിച്ചു. മകൻ പറഞ്ഞ, അമ്മ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച, അമ്മ പേടിക്കണ്ട. മകനോട് ഞാൻ പറഞ്ഞു, മോനെ അമ്മയുടെ കൂടെ റോസാമിസ്റ്റക്ക് മാതാവും ഈശോയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ വലിയ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിച്ചു. പിന്നെ ആ വീഴ്ചയിൽ എൻ്റെ കയ്യിൻ്റെ മുട്ട് വേദന ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആരാധനയുടെ സമയത്ത് അഭിഷേകത്തിൽ വീണ് കിടക്കുന്ന സമയത്ത് ഈ കൈ ആരോ പിടിച്ചിങ്ങനെ താഴത്തേക്ക് ഇടുന്ന പോലെ, പൊക്കിയിട്ട് ഇടുന്ന പോലെ തോന്നി. അങ്ങനെ അഭിഷേകത്തിൽ നിന്ന് ഉണർന്ന് നോക്കിയപ്പം വേദന പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടുണ്ട്. അപ്പം മാർട്ടിൻ ബ്രദർ ചോദിച്ചിരുന്നു ആരാധനയിൽ രോഗശാന്തി കിട്ടിയത്. അപ്പം എനിക്കൊന്നും പെട്ടെന്നൊന്നും പറയാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, എൻ്റെ കയ്യിന് വേദന ഉണ്ടായിരുന്നില്ലേ, ആരോ പിടിച്ച് പൊക്കി നിലത്തിടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പം പൂർണ്ണമായിട്ട് അത് സൗഖ്യം കിട്ടി. യേശുവേ സ്തോത്രം. യേശുവേ പ്രൈസ് ലോർഡ്. ഇത് വൈഫിൻ്റെ അമ്മച്ചിയുടെ വീടിൻ്റെ അടുത്തുനിന്ന് തൊട്ടടുത്ത അമ്മച്ചിയായിരുന്നു. അമ്മച്ചി അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രായത്തിലും ഈ ഒരു തീഷ്ണതയൊക്കെ കാണിക്കുന്ന നമുക്ക് ചെറിയ കയ്യടി കൊടുത്താൽ മതിയോ? ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങടിച്ച് മുഖത്തപ്പെടുത്തിക്കേ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ലിജിയ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ ധ്യാനമാണ്. 2ാമത്തെ ധ്യാനം കൂടി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ രാവിലെ കുർബാനയ്ക്ക് പോകാറുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും ഈ 2ാമത്തെ ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും വന്നൊന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. ധ്യാനം കൂടി 2ാമത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ഒന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന്. ആ ഒരു തവണ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ പിന്നെ അവർ എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, നമുക്ക് എല്ലാവർക്കും ധ്യാനത്തിന് പോകാമെന്ന്. അപ്പോൾ എൻ്റെ അനിയൻ്റെ എക്സാമും ഒക്കെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ബ്രദർ പറഞ്ഞു, അവന് വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാനാണ് തോന്നിയത്, മാതാവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ എത്തുമെന്ന്. അപ്പം ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുടുംബസമേതം അച്ഛനും അമ്മയും ഞാനും ബ്രദറും എല്ലാവരും കൂടെ വന്ന് ധ്യാനം കൂടി. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലുള്ള ഒരു വിഷമം, എന്നെ ഫസ്റ്റ് ധ്യാനത്തിൽ അമ്മ തൊട്ടു, എനിക്കത് അറിയാൻ പറ്റി. വീട്ടിലെ എല്ലാവർക്കും ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, അമ്മ ഒന്ന് ഒരുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അത്രയും ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ നിറയ്ക്കുകയായിരുന്നു ഉണ്ടായത്. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സഹനത്തിലൂടെ ഈ കുഞ്ഞു പ്രായത്തിലും കടന്നു പോകുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ, ഈ കുടുംബത്തെ ഓർത്ത് ആ കിട്ടിയ ദൈവം ഒത്തിരി തവണ മാതാവിനെ കാണാനും പരിശുദ്ധമ്മയുടെ സുഗന്ധാഭിഷേകം അനുഭവിക്കാനും മാതാവിൻ്റെ മടി കിടന്നുറങ്ങാനും ഒക്കെ ഒത്തിരി കൃപകൾ ഈ മകൾക്ക് കൊടുത്തു. ഈ കുഞ്ഞിലെ സഹനത്തെല്ലാം ഈശോയും മാതാവും ചേർന്ന് നിന്ന് ഉള്ളംകൈ പരിപാലിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് മോളി എന്നാണ്. ഞാൻ ചാഞ്ഞോടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കുടുംബമായി ഇവിടെ ധ്യാനം കൂടുവാൻ എൻ്റെ മോള് പറഞ്ഞു, അമ്മച്ചി കുടുംബമായി ഇവിടെ ധ്യാനം കൂടിയെങ്കിൽ നമ്മുടെ വീട്ടിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടുതൽ കുടുംബമായി ഇവിടെ കടന്നു വന്ന് ഇപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ എൻ്റെ മോൻ, നമ്മുടെ പ്രശാന്തജനാണ് അവന് ആദ്യമായി ചോറ് കൊടുത്തത്. അവൻ മാതാവിൻ്റെ മടിയിൽ വീണു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം ഒരുപാട് ആനന്ദിച്ചു. എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് എൻ്റെ പൈതലിനെ ചോറ് കൊടുത്തപ്പോൾ എൻ്റെ അമ്മ അവനെ കരങ്ങളിൽ കാത്തുവല്ലോ എന്നോർത്ത് എൻ്റെ അമ്മ തന്ന ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അയ്യമ്മ അമ്മയ്ക്ക് 1000 നന്ദി. എനിക്ക് എൻ്റെ എനിക്ക് ഭയങ്കരമായി തലവേദന, തല പൊട്ടിപ്പോകുന്ന വേദനയുണ്ടായി. എനിക്ക് അതിൽ നിന്ന് ഒത്തിരിയും വിടുതൽ എൻ്റെ മാതാവ് എനിക്ക് തന്നു. മനസ്സിനും ആത്മാവിനും ശരീരത്തിനും വലിയൊരു വിടുതൽ ലഭിക്കുകയും ഉന്നതമായ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ഈ മകൾ പലപ്പോഴും പറന്നു പോകുന്നത് കണ്ടായിരുന്നു. പോയോ? ഒരു ചിത്രശലഭത്തെ പോലെ പാറി പറക്കുന്ന ഒരു അനുഭവമാണ്, സ്വർഗീയ അനുഭവം ഈ മകൾക്ക് നൽകി. നന്ദി പറഞ്ഞേ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജസീന്ത. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നത്.
എനിക്ക് ധ്യാനത്തിൻ്റെ സമയത്ത് പല പ്രാവശ്യമായിട്ട് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒരു സ്വർഗീയ അനുഭൂതി എനിക്കുണ്ടായി. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ഒരു പിടി പൊങ്ങി ഇങ്ങനെ സ്തുതിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ എനിക്ക് എൻ്റെ സാരിമാതാവ് ഞാൻ വീണ് കിടക്കുമ്പം എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. പിന്നെ ഈശോയുടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ കൈകളിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രകാശം വന്നിങ്ങനെ ശക്തമായിട്ട് അടിക്കുന്നത് പോലെ തോന്നി. എനിക്കിതിനു മുന്നും മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ദേവമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനൊരു പരീക്ഷ പാസ്സായി. ജർമ്മനിയിലാണ്. എനിക്ക് 2 പ്രാവശ്യമുള്ള ആ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പരീക്ഷ ജയിച്ചില്ല. അപ്പം ഞാൻ ബ്രദറിനെ ഫോൺ ചെയ്ത് പറഞ്ഞു. ബ്രദർ പറഞ്ഞു 7 പ്രാവശ്യം, ഒരു ദിവസം 7 പ്രാവശ്യം വെച്ച് മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചൊല്ലി. രണ്ട് പ്രാവശ്യം അത് എഴുതാൻ പറ്റത്തുള്ളൂ. 2ാമത്തെ പ്രാവശ്യം പോയി എഴുതിയപ്പം ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒന്നും പറഞ്ഞില്ല ഓറൽ എക്സാമിന്. 2ാമത്തെ പ്രാവശ്യം ഞാനല്ല അവിടെ സംസാരിച്ചത്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ എക്സാം നന്നായിട്ട്, എനിക്കത് അത്യാവശ്യമൊന്നും ജർമ്മൻ അറിയത്തില്ല എങ്കിലും വേറെ ആരോ വന്ന് പറയുന്നതായിട്ട് എന്നിലൂടെ വന്ന് പറഞ്ഞ് എനിക്ക് പരീക്ഷ ജയിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയാണ് പ്രിയപ്പെട്ടത്. ഈ സഹോദരി അവിടെ ജർമ്മനിയിൽ നിന്ന് വിളിച്ച് എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ സഹോദരി പറഞ്ഞു 7 രക്തക്കണിമാർ ചെല്ലാൻ പറഞ്ഞു. ഭയങ്കര അസ്വസ്ഥതയിലാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു പ്രാവശ്യമോടെ എഴുതാൻ പറ്റുള്ളൂ, ഇനി എഴുതാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അമ്മ പാസ്സാക്കി തരും, ധൈര്യമായിട്ട് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പറഞ്ഞല്ലേ, ഈ സഹോദരിക്ക് ജർമ്മൻ ശരിക്കും അറിയില്ല. പക്ഷെ ആരോ വന്ന് പറഞ്ഞു കൊടുത്തു. ആരാ പറഞ്ഞേ? പരിശുദ്ധ അമ്മ വന്ന് ഈ മകൾക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പാസ്സാക്കി. ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ബോധപ്പെടുത്തിക്കേ. ദൈവത്തിൻ്റെ സ്തുതി. എൻ്റെ പേര് റെനീഷ് എന്നാണ്. ട്രിവാൻഡ്രം പറഞ്ഞു. എനിക്ക് ഒരു ഫീവർ വന്ന് 1 മാസം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ ആൻറ്റി അങ്കിളും ഇവിടെ വരുമായിരുന്നു. അവർ ജെയിംസും പനിയും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ ഫീവർ മാറി, കുഴപ്പമില്ല, ഓക്കെ. ഐസിലായിരുന്നു, നല്ല സീരിയസ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മകൻ വളരെ സീരിയസ് ആയിട്ട് കിടക്കുവാന്ന് ഞാൻ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പനിയമ്മ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഈ മകൻ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, ഐസിയിലാണ്, കൗണ്ടൊക്കെ കൂടി, ഇനി ജീവിതം തിരിച്ചു വരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അവിടെ കൂട്ടായ്മ കൂടുമ്പോൾ ശക്തമായി ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ സാരി മാതാവ് ഇവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നതും ഉണ്ണീശോയായിട്ട് ചെല്ലുന്നതും ഇവനെ തൊട്ട് സൗഖ്യപ്പെടുന്നതായിട്ടും കണ്ടു എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഇവൻ തന്നെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇവൻ കണ്ടു ഒരമ്മയും കുഞ്ഞും വന്ന് ഇവനെ തൊടുന്നതായിട്ട് ഇവൻ കണ്ടു എന്ന് പറഞ്ഞേ. ആണോ? അമ്മയും കുഞ്ഞും വന്ന് ഇവനെ വന്നു. ആരാണോ? സാരി മാതാവ് ഉണ്ണീശുമായിട്ട് ഇവൻ്റെ ഐസിയിൽ ചെന്ന് ഇവനെ തൊട്ട് ഇവൻ സൗഖ്യപ്പെടുത്തി. കണ്ടോ, ഇന്ന് ജീവനോടെ നിൽക്കണം. കണ്ടോ, എന്നെയൊക്കെ അന്ന് ഐസി തൊട്ട് ഉണർത്തിയെന്ന് പോലെ ഈ മകന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. കർത്താവ് തൊട്ട് ഒരു പുതുജന്മം നൽകിയതാ. ഹല്ലേലൂയ. ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങടിച്ചേ. എൻ്റെ പേര് സുജാത്ര. ഞാൻ വിഴിഞ്ഞത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ ധ്യാനമാണ്. കഴിഞ്ഞ മാസം വന്നപ്പോൾ എൻ്റെ മൂത്ത മോളും ഭർത്താവും പിണങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ അവൾ ഒറ്റ നിർബന്ധമായിരുന്നു, അത് ഇനി വേണ്ട, ജീവിതം ഡിവോഴ്സിന് കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ അവൾ വിളിച്ച് പറയുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ അവളും ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് കഴിയണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു വലിയ അനുഗ്രഹം കിട്ടി. ഈ അമ്മച്ചി അതുപോലെ തന്നെയാണ്. ഈ ധ്യാനം കൂടെ വിളിച്ചപ്പോൾ വരത്തില്ല, അപ്പം ധ്യാനം കൂടെ വരണമെങ്കിൽ 50,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാതാവ് ആ കാര്യം എനിക്ക് നടത്തി തന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. മോനും ഭാര്യയും കൊണ്ടുവന്നു. അപ്പോൾ അവർക്കും ഇവിടെ വരണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ തന്നെ സ്വയം പറഞ്ഞ് വരാൻ പോണെന്ന്. അപ്പോൾ അവരും വന്നു, അമ്മയും ചേച്ചിയും കൂടെ എല്ലാവരും വന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മിക്കൽ മാലാഖ എൻ്റെ വീട്ടിൽ പോകുന്നതായിട്ടും മാതാവ് എൻ്റെ ഭർത്താവിനെ തൊടുന്നതായിട്ടും ഞാൻ കാണാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. കൂടാതെ ഒത്തിരി സ്വർഗീയ അനുഭവങ്ങൾ കിട്ടുകയുണ്ടായി. അനേക മക്കളെ ഈ സഹോദരി അവിടുന്ന് തേടി പിടിച്ച് ധ്യാനത്തിനായിട്ട് ഒരുക്കാറുകൊണ്ട് ഇനിയും ഒരുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഈ സഹോദരിയുടെ ഒരു കൈ, നിങ്ങൾ പുതിയതായിട്ട് വന്നത്, ഒരു കൈ സ്കൂട്ടറിൽ നിന്ന് കൂടെ ഒടിഞ്ഞിട്ട് ഇവിടെ കമ്പിയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ലാസ്റ്റ് ദിവസം ഇതുപോലെ സാരിമാതാവിൻ്റെ ചിത്രം എടുത്ത്, ഞാൻ കാണിക്കുന്ന ചിത്രമില്ലേ,
ആ ചിത്രത്തെ കൈ വെച്ചോളാൻ പറഞ്ഞു. ഇതിങ്ങനെ കൈ ഒടിഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ല. ആ ചിത്രത്തിലേക്ക് കൈ വെക്കുകയും ഈ മകൾ തെറിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പറയണേ, ഈ കൈ ഒടിഞ്ഞിട്ട് കമ്പിയിട്ട കൈയായിരുന്നു. ആ കൈ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചോ? കൈ ഒടിഞ്ഞു പോയി കൈ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ആ മാതാവിൻ്റെ ചിത്രം നോക്കി വാങ്ങാൻ പോയതും ആ കൈ പൊങ്ങി. ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് ഈ കൈ. ഇപ്പം ഈ കൈക്ക് എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ കൈ പൊക്കാൻ സാധിച്ചു. കമ്പിയിട്ട കൈയായിരുന്നു അതുവരെ കർത്താവ്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. പക്ഷെ കൈയെടുത്ത് ഇത് ചിത്രത്തിലേക്ക് വെച്ചാൽ പറഞ്ഞു. ആ ചിത്രത്തെ തൊട്ട് കാണിക്കുന്ന ചിത്രത്തെ കൈവച്ചാൽ നാളെ ഇത് ചെയ്യും, നാളെ നിങ്ങൾക്ക് തരും, ആ സമയത്ത് ഇത് കാണിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് അതിനുള്ള 1-2 പേർക്കുള്ള ലോട്ടറി ഉണ്ടാവും. ആരാണോ കൈ വയ്ക്കുന്നവർക്ക് പ്രത്യേക അനുഗ്രഹം ഉണ്ടാവും. പ്രാർത്ഥിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്.